വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ബിസ്ക്കറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഒരു ഗുഡ് ഡേ ബിസ്ക്കറ്റ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അത്തരത്തിലുള്ള രുചിയുള്ള ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന വെറും 3 ചേരുവകൾ മാത്രം ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഒരു ബിസ്ക്കറ്റാണിത്. അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 ചേരുവകൾ മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. അതിൽ ഒന്നാമത്തെ ചേരുവകയാണ് ബട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പോളം ഉള്ള ബട്ടർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ബട്ടർ എടുക്കുമ്പോൾ എപ്പോഴും ഒരു റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ എടുക്കുക. അതായത് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ടിട്ട് എടുത്തിട്ടുള്ള ബട്ടർ ഉപയോഗിക്കരുത്. അത് നമ്മളൊരു മിനിമം 1 മണിക്കൂറെങ്കിലും പുറത്ത് വെച്ചതിന് ശേഷം മാത്രം നമുക്കിതാ ഇതേപോലെ ഒന്ന് ഈ ഒരു റെസിപ്പിക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു ബട്ടർ കണ്ടോ ഇച്ചിരി സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇത് നന്നായിട്ട് ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു വിസ്ക് വെച്ചിട്ടോ ഒക്കെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം ഞാൻ ആദ്യം ഈ ഒരു വിസ്കറൊക്കെ വെച്ചിട്ട് ഉപയോഗിച്ചു. പക്ഷേ അത് കറക്റ്റായിട്ട് എനിക്ക് വരാത്തത് കൊണ്ട് ഞാൻ സ്പൂൺ വെച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ ബട്ടറൊക്കെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ 1/2 കപ്പോളം ഉള്ള പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കുന്നത്. അപ്പോൾ പഞ്ചസാര ചേർക്കുന്നത് എപ്പോഴും പൊടിച്ചതായിരിക്കണം. എങ്കിലാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു ബിസ്ക്കറ്റ് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പഞ്ചസാര സാധാരണ തരി പഞ്ചസാര ഇട്ട് കഴിഞ്ഞെന്ന് അത് അലിഞ്ഞ് വരാൻ ഇച്ചിരി സമയം എടുക്കും. അല്ലാതെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല. പെട്ടെന്ന് കിട്ടണമെന്നുണ്ടെങ്കിലും നല്ല ക്രീമി ആയിട്ടൊരു ടെക്സ്ചർ കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പൊടിച്ച പഞ്ചസാരയാണ് വേണ്ടത്. അപ്പോൾ അത് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത്, കണ്ടോ. അപ്പോൾ ഇനി ഇതിനകത്തോട്ട് നമുക്ക് ചേർക്കുന്നത് ഗോതമ്പ് പൊടിയാണ്. ഇതാണ് നമ്മുടെ അവസാനത്തെ ചേരുവക അല്ലെങ്കിൽ 3ാമത്തെ ചേരുവക. ഞാനിപ്പോൾ ആദ്യം 1 കപ്പോളം ഉള്ള ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പക്ഷെ പിന്നീട് ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം. ഞാനിപ്പോൾ 1 കപ്പിന് ഇതേപോലെ തന്നെ നമ്മുടെ കൈ വെച്ചിട്ട് തന്നെയാണ് ഞാൻ കുഴച്ചെടുക്കുന്നത്. അതാണ് കുറച്ചും കൂടെ നന്നായിട്ട് വരിക. അപ്പോൾ കൈ വെച്ച് കുഴച്ച് കഴിഞ്ഞ് ഇതൊരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിന് ആവുന്നത് വരെ നമുക്കൊന്ന് കുഴച്ചെടുക്കണം. പിന്നെ ഇതിനകത്ത് നമ്മൾ ഒരു തുള്ളി പോലും വെള്ളമോ പാലോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. ഈ ബട്ടറിൻ്റെയും ഈ പഞ്ചസാരയുടെ ഒക്കെ ഉള്ള ഒരു വെള്ളം അല്ലെങ്കിൽ ഒരു നനവ് മാത്രമാണ് നമുക്കിതിന് വേണ്ടത് കേട്ടോ. അപ്പോൾ അതാ ഞാനതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വരാം. ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ മാവൊക്കെ ലൂസായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാനൊരു 1/4 കപ്പും കൂടെ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബിസ്ക്കറ്റിനുള്ള മാവ് ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇത് ശരിക്കും ഒരു ചപ്പാത്തി മാവിൻ്റെ കണക്കിന് തന്നെയാണ് വരിക. പക്ഷേ ആ ഒരു ചപ്പാത്തി മാവിനേക്കാളും നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് നമുക്ക് 1 മിനിറ്റും കൂടെ എക്സ്ട്രാ സമയം എടുത്ത് ഒന്നും കൂടി ഒന്ന് കുഴച്ച് കൊടുക്കണം. അപ്പോൾ ഇതാ മാവൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഒന്നും കൂടെ സോഫ്റ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കയ്യിലൊന്നും ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കുന്നില്ല, കണ്ടോ. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ടുള്ളൊരു രീതിക്കാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്കിത് ഒന്ന് പരത്തിയെടുത്തിട്ട് നമുക്കിത് ബിസ്ക്കറ്റിൻ്റെ രൂപത്തിൽ എങ്ങനെയാണ് ആക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ചപ്പാത്തിക്ക് നമ്മൾ പരത്തുന്ന അതേ പലകയും റോളറൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ നിന്ന് ആവശ്യാനുസരണം നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഈ ഒരു മാവ് മുഴുവൻ വലിയൊരു ഷീറ്റായിട്ട് തന്നെ പരത്തിയെടുത്തിട്ട് നമുക്കത് കട്ടർ വെച്ചിട്ട് അല്ലെങ്കിൽ നമുക്കൊരു ഗ്ലാസിൻ്റെ വായ്വട്ടൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ അച്ചൊക്കെ ഇട്ട് എടുക്കുന്നത് പോലെ നമുക്ക് ചെയ്യാം. ഞാനിതിപ്പോൾ അങ്ങനെയല്ല ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇത് പല ഷേപ്പിലൊക്കെ കാണിക്കുന്നത് കൊണ്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് കുറേശ്ശെ എടുത്തിട്ട് ഇതൊന്ന് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഈ രീതിയിൽ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കട്ടർ വെച്ചിട്ട്, ഇപ്പോൾ ഇവിടെ ഞാനൊരു കട്ടറാണ് ഉപയോഗിക്കുന്നത്. അല്പം സൈഡുകളിലൊക്കെ ഡിസൈൻ വരുന്ന ഒരു കട്ടർ വെച്ചിട്ടുണ്ട്. പക്ഷേ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് വളരെ ചെറിയതായിട്ടുള്ള ഒരു അച്ചാണ് കേട്ടോ, അല്ലെങ്കിൽ ആ ഒരു റൗണ്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ റൗണ്ട് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ബിസ്ക്കറ്റിൻ്റെ ആ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. ഇനി ഇതുപോലത്തെ കട്ടറൊന്നും ഇല്ലയെന്ന് ഓർത്ത് ആരും വിഷമിക്കേണ്ട. നമുക്കതിന് പകരം നമ്മൾ ഗ്ലാസിൻ്റെ ഒക്കെ വായ്വട്ടം വെച്ചിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും കുഞ്ഞു പാത്രങ്ങളുടെ വക്കുന്നോ അല്ലെങ്കിൽ അരുന്നൊക്കെ പറയില്ല, അതിൻ്റെ ഒരു വായ്വട്ടം വെച്ചിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഇതൊരു കുക്കീസ് പോലെ തോന്നിക്കാനും കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടത്തോടെ കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്ന രീതിയിലുള്ള കുഞ്ഞു ഷേപ്പുകളിലൊക്കെയാണ് ഞാൻ എടുക്കുന്നത്. അപ്പം നമ്മൾ ഇത് പരത്തി കഴിഞ്ഞിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റുമ്പോൾ ഇതുപോലെ അല്പം ഗോതമ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം. കാരണം നമ്മളിതിപ്പോൾ വെച്ച് കഴിഞ്ഞ് നമ്മളെല്ലാം പരത്തി കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ നമ്മൾ ബിസ്ക്കറ്റ് ഉണ്ടാക്കാൻ പോവുക. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ ഒരു പൊടി ഇട്ടില്ല എന്നുണ്ടെങ്കിൽ അത് സമയം ചെല്ലുന്തോറും അത് ഒട്ടിപ്പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. അന്നേരം നമ്മളത് പിന്നീട് നമ്മളിതൊരു ബേക്ക് ചെയ്തെടുക്കാനായിട്ട് വെക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ അത് ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ അത് ബുദ്ധിമുട്ട് ഒഴിവാക്കാനായിട്ടാണ് നമുക്കത് പൊടി ഇടണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഒന്ന് പരത്തെടുത്തിട്ട് വരാം.
ഇനി അടുത്തത് ഞാൻ ഒരു കട്ടറിൻ്റെ വലിപ്പം ഒന്ന് കൂട്ടുന്നുണ്ട്. നേരത്തെ എടുത്തേക്കാളും കുറച്ചും കൂടെ വലിപ്പത്തിലും അതുപോലെ ഇച്ചിരിയും കൂടെ തിക്നെസ്സിലാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ അത് കാണിക്കാം. ഇതാ കണ്ടോ, ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഷേപ്പ്, ഇതിന് ഒരു ഡിസൈനൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ കൊടുക്കാം. ഇപ്പം എനിക്ക് അങ്ങനെ ഒരു ഡിസൈനൊന്നും എനിക്ക് തോന്നിയില്ല. ഞാനിപ്പോൾ ഇതാ ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെയൊക്കെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. നമ്മൾ ഈ ഗുഡ് ഡേ ബിസ്ക്കറ്റൊക്കെ മേടിക്കുമ്പം ചെറിയൊരു വരയൊക്കെ കാണാമല്ലോ. അപ്പോൾ അതുപോലെയൊക്കെ ഒന്ന് വരാൻ വേണ്ടിയിട്ട് ചെയ്തൊന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ശരി, ബാക്കിയുള്ളതും കൂടെ ഞാൻ ചെയ്യാം. എന്നിട്ട് ഞാൻ അടുത്തൊരു ഷേപ്പും കൂടെ ഞാൻ കാണിക്കാം. ഈ ഒരു ബിസ്ക്കറ്റ് ഞാൻ അല്പം കട്ടിയിലാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഗുഡ് ഡേ ബിസ്ക്കറ്റൊക്കെ കഴിക്കുമ്പോൾ കിട്ടുന്ന അതേ ഒരു തിക്നെസ്സിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വേറൊരു മെത്തേഡാണ്. നമ്മുടെ വീട്ടിൽ ടൂത്ത് പിക്കർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ല വൃത്തിയൊക്കെ ആക്കിയിട്ടുള്ള ഇറുക്കിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് ഇതുപോലെ ഒന്ന് ഇങ്ങനെ ചെറിയൊന്ന് വര ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് കാണുമ്പോൾ ഒരു ഗുഡ് ഡേ ബിസ്ക്കറ്റിൻ്റെ ഒക്കെ ഒരു എവിടേക്കോ അതുപോലെയൊക്കെയാണെന്ന് തോന്നും. പക്ഷെ ടേസ്റ്റ് അതുപോലെ തന്നെയാണ് കേട്ടോ. ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഗുഡ് ഡേ ബിസ്ക്കറ്റ് കഴിക്കുന്ന പോലെ തന്നെയാണ് ഇത് കഴിക്കുമ്പോൾ. അപ്പോൾ ഞാൻ ബാക്കിയുള്ളതും കൂടെ പെട്ടെന്നൊന്ന് ആക്കിയെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ ബിസ്ക്കറ്റുകളുടെ ഒക്കെ ബേസ് ഇവിടെ റെഡിയാണ്. ഇതാ കണ്ടില്ലേ, ഞാൻ ഈ ഒരു തിക്നെസ് ഒക്കെ കണ്ടു. അപ്പോൾ അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനാണ്, കനം കുറയ്ക്കണോ കനം കൂട്ടണോ എന്നുള്ളതൊക്കെ. അപ്പോൾ ഇനി നമുക്കിത് ഇഡ്ഡലി തട്ടിലാണ് നമ്മളിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഇഡ്ഡലി തട്ട് എടുക്കുക. അതിനകത്തോട്ട് ഞാൻ ബട്ടറാണ് തൂത്ത് കൊടുത്തിരിക്കുന്നത്. ബട്ടർ തന്നെ ഒന്ന് തൂക്കാൻ നോക്കുക. കാരണം ബട്ടർ ആകുമ്പോഴത്തേക്കും ആ ഒരു കുക്കീസിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാ ഞാൻ ഇതിൽ ഒരെണ്ണത്തിൽ 2 വെച്ച് കൊടുക്കുന്നുണ്ട്. കാരണം ഒന്ന് കുഞ്ഞിതായതുകൊണ്ടാണ്. ബാക്കിയുള്ളതിലൊക്കെ ഒരെണ്ണം വെച്ചിട്ട് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാത്രം മൂടിക വെച്ചിട്ട് ഒരു 5 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളൊരു ഓവൻ പ്രീഹീറ്റ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മളിത് ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം നല്ല ചൂടുണ്ട്. ഇതിനകത്തോട്ട് ഞാനൊരു വയർ റാക്കാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റീൽ പാത്രത്തിൻ്റെ മൂടിക ഒന്ന് കമത്തി വെച്ച് കൊടുത്താൽ മതിയാവും. എന്നിട്ട് ഇഡ്ഡലി തട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കിത് 2 ഇഡ്ഡലി തട്ടായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ 2ഓ 3ഓ നമ്മളെടുക്കുന്ന പാത്രത്തിൻ്റെ ആഴം അനുസരിച്ച് നമുക്ക് വെച്ച് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ ഒരെണ്ണേ വെച്ചിട്ടുള്ളൂ. കുറച്ചും കൂടെ നിങ്ങൾക്ക് കാണാൻ മനസ്സിലാക്കാനൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഏകദേശം ഒരു 30 മിനിറ്റ് മുതൽ 40 മിനിറ്റ് വരെ സമയം എടുക്കും കേട്ടോ. അത് ചിലപ്പം 35 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ നമുക്ക് കിട്ടും. ഞാനിപ്പോൾ ഇവിടെ കറക്റ്റ് ഒരു 35 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ മീഡിയം ഫ്ലെയിമിലും ഇടയ്ക്കൊന്ന് ഞാൻ കുറച്ച് തിരക്കായതുകൊണ്ട് ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് ഇത്രയും സമയം എടുത്തത്. അല്ലെങ്കിൽ ഒരു 30 മിനിറ്റിനകത്തൊക്കെ എനിക്ക് സാധാരണ കിട്ടാറുണ്ട്. അപ്പോൾ നല്ല ചൂടൊക്കെ വരുന്നുണ്ട്, നല്ല പുകയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. അതിനുശേഷം ഞാൻ എടുത്ത് കൗണ്ടർ ടോപ്പിൽ ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചൂടോടെ കൂടെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അതവിടെ ഒട്ടിപ്പിടിച്ചിരിക്കും അതിൻ്റെ അടിഭാഗം. അപ്പോൾ അതാ നോക്കിക്കുക, നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. നല്ല കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പി തന്നെയായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ കേൾപ്പിക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ചിലതിനൊക്കെ നമ്മൾ ഇഡ്ഡലി തട്ടിൽ വെച്ചതുകൊണ്ടാണെന്ന് തോന്നുന്നു ചെറുതായിട്ട് ഇങ്ങനെ ഇഡ്ഡലി തട്ടിൻ്റെ ആ ഒരു ഷേപ്പ് പോലെ ഒരു കുഴി പോലെയൊക്കെ വന്നിട്ടുണ്ട്. അത് സാരമില്ല. പിന്നെ ഇപ്പോൾ ഇഡ്ഡലി തട്ടിൽ തന്നെ വെക്കണമെന്ന് ഒരു നിർബന്ധമില്ലേ നിങ്ങൾക്ക്. അതിന് പകരം ഒരു സാധാരണ സ്റ്റീൽ പാത്രം ഒന്ന് വെച്ച് കൊടുത്താൽ മതിയാവും. പിന്നെ ഞാനിപ്പോൾ വെച്ചിരിക്കുന്ന കുഞ്ഞ് ബിസ്ക്കറ്റ് അത് പെട്ടെന്ന് തന്നെ ഒരു കളർ പെട്ടെന്ന് മറ്റുള്ളതിൽ നിന്ന് മാറിപ്പോയി. എനിക്ക് തോന്നുന്നു അത് വളരെ കനം കുറവും വളരെ ചെറുതായതുകൊണ്ട് ഇത്ര സമയം അതിന് വേണ്ടി വരില്ലായിരിക്കും. ഇപ്പം ഞാൻ മറ്റ് വലിയ ബിസ്ക്കറ്റ്സിൻ്റെ കൂടെ അത് വെച്ചതുകൊണ്ടാണ് ഇത്രയും ഒരു കരിഞ്ഞ ഒരു കളർ പോലെ വന്നിട്ടുള്ളത്. അപ്പം ഞാൻ അങ്ങനെ ചെയ്യുമ്പം നിങ്ങൾ ഒത്തിരി കുഞ്ഞിതാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഞാൻ നേരത്തെ എടുത്ത ആ ഷേപ്പാണെന്നുണ്ടെങ്കിൽ ഒത്തിരി നേരമൊന്നും വെക്കേണ്ട, ഒരു 20 മിനിറ്റ് ഒക്കെ വെച്ചാൽ മതിയാവും. അപ്പോൾ നമ്മുടെ ബിസ്ക്കറ്റിൻ്റെ ശബ്ദമൊക്കെ ഞാൻ കേൾപ്പിക്കാം. ഇതാ കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ബിസ്ക്കറ്റ് ചൂടാറിയ ഉടനെ തന്നെ നമുക്ക് കഴിക്കാം. പിന്നെ ഇത് എടുത്ത് വെക്കേണ്ടത് രീതി എന്ന് പറയുന്നത്, ഞാൻ 1 മാസം വരെ ബിസ്ക്കറ്റിൻ്റെ ഒരു ടിന്നിനകത്ത് ഒരു ചില്ലും കുപ്പിക്കകത്താണ് ഞാൻ അടച്ചു വെക്കാറ്. അപ്പോൾ അതിനകത്ത് ഒട്ടും തന്നെ നനഞ്ഞ സ്പൂൺ വെച്ചിട്ട് ഇളക്കാനോ അല്ലെങ്കിൽ നനഞ്ഞ കൈ വെച്ചിട്ട് എടുക്കാനോ ഒന്നും നോക്കാതിരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1 മാസം വരെ ഈ ബിസ്ക്കറ്റ്സ് കേടാവാതെ സൂക്ഷിച്ച് നമുക്ക് കിച്ചൻ്റെ കൗണ്ടർ ടോപ്പിൽ തന്നെ വെക്കാം. ഫ്രിഡ്ജിനകത്ത് വെക്കണമെന്നൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള അഭിപ്രായം പറയുക. വെറും 3 ചേരുവകൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സൂപ്പർ ബിസ്ക്കറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.